എല്ലാവർക്കും സ്വാഗതം. ക്രിപ്റ്റോ കറൻസി, അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ക്രിപ്റ്റോ കറൻസി? ക്രിപ്റ്റോ കറൻസി എന്നാൽ ഡീസെൻട്രലൈസ്ഡ് വെർച്വൽ കറൻസിയാണ്. അതായത് ഫിസിക്കലായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നടത്തുന്നത്. അതായത് കമ്പ്യൂട്ടറുകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മണി സ്റ്റോക്കിംഗ്. ഇത് ബാങ്കുകളുടെയോ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളുടെയോ കീഴിൽ വരുന്ന ഒന്നല്ല. ഇതിനെ നിയന്ത്രിക്കുന്നത് വ്യക്തികളോ ചില സ്ഥാപനങ്ങളോ ആണ്. നിക്ഷേപകർ, ഖനി തൊഴിലാളികൾ, വൻകിട കോർപ്പറേറ്റ് ഭീമന്മാർ എന്നിവരാണ് ക്രിപ്റ്റോ കറൻസി കൂടുതലായും കൈവശം വെച്ചിട്ടുള്ളത്. ഇതിൽ സാധാരണക്കാരും ഉൾപ്പെടും. മാത്രമല്ല, ഇതിനെ നിയന്ത്രിക്കുന്നത് വ്യക്തികളായതുകൊണ്ട് തന്നെ അവർക്കിതിൽ പൂർണ്ണ നിയന്ത്രണമുണ്ട്. വേഗത്തിലുള്ള ഇടപാടാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. അതായത് സാധാരണ ബാങ്ക് ഇടപാടുകളേക്കാൾ അതിവേഗത്തിലുള്ള പ്രവർത്തനം. കൂടാതെ എപ്പോൾ വേണമെങ്കിലും എത്ര വേണമെങ്കിലും ഇടപാട് നടത്താം. അതും സാധാരണ ബാങ്കുകൾ ഈടാക്കുന്ന ഫീസിനേക്കാൾ വളരെ കുറവാണ് ഇവിടെ. ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യയുടെ അടിസ്ഥാനത്തിലായതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും സുരക്ഷിതമാണ്. മാത്രവുമല്ല, ഇതിൽ രേഖപ്പെടുത്തിയ ഒരു വിവരങ്ങളും പിന്നീട് മാറ്റുവാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ തട്ടിപ്പിന്റെ സാധ്യത പൂർണ്ണമായും ഇല്ല എന്ന് പറയാം. ക്രിപ്റ്റോ കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും സുരക്ഷിതമാണ്. ആർക്കും ഹാക്ക് ചെയ്തെടുക്കുവാൻ സാധിക്കില്ല. അന്താരാഷ്ട്ര ഇടപാടുകൾ വളരെയധികം സുതാര്യതയോടെ ഇതിലൂടെ നടക്കുന്നു. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ക്രിപ്റ്റോ കറൻസികൾ എപ്പോൾ വേണമെങ്കിലും പണമാക്കി മാറ്റുവാൻ സാധിക്കും. ഇത് ക്രിപ്റ്റോ കറൻസിയുടെ മൂല്യം കൂട്ടുകയും മാർക്കറ്റിലുള്ള വിപണി വലുതാക്കുകയും ചെയ്യുന്നു. പ്രധാനമായും കോവിഡിന് ശേഷമാണ് ക്രിപ്റ്റോ കറൻസികൾ ഇത്രയധികം വ്യാപിച്ചത്. അതായത് ലോകമെമ്പാടും ലോക്ക്ഡൌൺ സമയമായതുകൊണ്ട് തന്നെ ക്രിപ്റ്റോ കറൻസിയുടെ മൂല്യം മാർക്കറ്റിൽ നല്ല രീതിയിൽ തന്നെ ഉയർന്നു. കണക്കുകൾ പ്രകാരം 590 മില്യൺ ജനങ്ങളാണ് ക്രിപ്റ്റോ കറൻസികൾക്ക് ഉടമയായിട്ടുള്ളത്. ഇതിൽ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ക്രിപ്റ്റോ കറൻസി കൈവശം വെച്ചിട്ടുള്ളത് ഇന്ത്യയിലുള്ള ജനങ്ങളാണ്. അതായത് ഏകദേശം 119 മില്യൺ ജനങ്ങൾ. ഇതിൽ 65% 35 വയസ്സിന് താഴെയുള്ളവരാണ്. ഇതിൽ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ക്രിപ്റ്റോ കറൻസി കൈവശം വെച്ചിട്ടുള്ളത് ഇന്ത്യയിലുള്ള ജനങ്ങളാണ്. ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗിക്കാൻ കാരണം അതിനു മുകളിൽ വരുന്ന ലാഭസാധ്യതയാണ്. അതായത് ഇതിന്റെ മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ നിക്ഷേപിക്കുന്നവർക്ക് നല്ലൊരു ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നു. മാത്രവുമല്ല, ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിക്കുന്നവർക്ക് മറ്റു കമ്പനികളിൽ നിക്ഷേപിച്ച് അതിൽ നിന്നും സ്റ്റോക്കുകൾ വാങ്ങുന്നത് പോലെ ഇതിൽ സ്റ്റോക്കുകൾ വാങ്ങേണ്ടി വരുന്നില്ല. പകരം നിക്ഷേപം മാത്രം. അതുകൊണ്ട് തന്നെ ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിക്കുന്നവർക്ക് ഒരിടത്തു നിന്നും ലാഭവിഹിതം ലഭിക്കുന്നില്ല. എന്നാൽ ഇവർക്ക് ഇവരുടെ നാണയങ്ങളോ ടോക്കണുകളോ മറ്റാർക്കെങ്കിലും കടം കൊടുക്കുകയോ വിൽക്കുകയോ ചെയ്യാം. അതുവഴി ഇവർക്ക് മാർക്കറ്റിലുള്ള പണത്തിന്റെ അതേ മൂല്യം ലഭിക്കുന്നു. കൂടാതെ ക്രിപ്റ്റോ കറൻസി കൈവശം വെക്കുന്നവർക്ക് നികുതി അടയ്ക്കേണ്ടി വരുന്നില്ല. മറിച്ച് ഇവർക്ക് നികുതി അടയ്ക്കേണ്ടി വരുന്നത് ഇവർ എപ്പോഴാണോ ഇവരുടെ ആസ്തി വിൽക്കുന്നത് അപ്പോൾ മാത്രമായിരിക്കും. കൂടാതെ ഇവർ ഇങ്ങനെ ചെയ്യുമ്പോൾ ക്രിപ്റ്റോ കറൻസികളുടെ പണമോ അതല്ലെങ്കിൽ മറ്റു യൂണിറ്റുകളോ ലഭിക്കും. 1990കളിൽ ആരംഭിച്ച ഇ ക്യാഷ് പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ബിറ്റ്കോയിൻ ആണ് ക്രിപ്റ്റോ കറൻസിയെ ഇത്രയധികം വളർത്തിയെടുത്തത്. ക്രിപ്റ്റോ കറൻസിയിൽ ഏറ്റവും മൂല്യമുള്ളതും പ്രധാനപ്പെട്ടതുമായ നാണയം ബിറ്റ്കോയിൻ ആണ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ്കോയിൻ. 2008 സതോഷി നകാമോട്ടോ എന്ന ഒരു നാമത്തിൽ നിന്നുമാണ് ആദ്യമായി ബിറ്റ്കോയിൻ ഉത്ഭവിച്ചത്. സതോഷി നകാമോട്ടോ ഒരു വ്യക്തിയാണെന്നോ അതല്ലെങ്കിൽ മറിച്ച് ഒരു ഗ്രൂപ്പ് ആണെന്നോ ഊഹാപോഹങ്ങളുണ്ട്. 21 ദശലക്ഷം ബിറ്റ്കോയിനുകളാണ് ഇന്ന് വിപണിയിലുള്ളത്. ബിറ്റ്കോയിനുകൾ സൂക്ഷിച്ചിരിക്കുന്നത് ഒരു ഡിജിറ്റൽ വാലറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഇതാർക്കും ഹാക്ക് ചെയ്തെടുക്കാൻ സാധ്യമുള്ളതല്ല. അടുത്തതായി എതിറിയം. 2013 ഇതിന്റെ ഉത്ഭവം. ഇടനിലക്കാരില്ലാതെ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഇത്. അതായത് നേരത്തെ തന്നെ മുൻകൂട്ടി ഉറപ്പിച്ച ഒരു കരാർ നടപ്പിലാക്കപ്പെടുമ്പോൾ മറ്റാരുടെയും പ്രത്യേക ഇടപെടലുകളില്ലാതെ ഇത് സ്വയം ആ ഇടപാട് പൂർത്തിയാക്കുന്നു. അതായത് ഒരു ഓട്ടോ ഡെബിറ്റ് പ്രക്രിയ പോലെ. ഇടനിലക്കാരുടെയോ മറ്റു വ്യക്തികളുടെയോ പ്രവർത്തനമില്ലാത്തതുകൊണ്ട് തന്നെ ഇതിന്റെ വേഗതയും കൃത്യതയും വളരെയധികം വലുതാണ്. മറ്റൊന്ന് ബിനാൻസ് കോയിൻ. ഇത് 2017 സ്ഥാപിതമായത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആണ് ബിനാൻസ് കോയിൻ. എതിറിയം, ബിറ്റ്കോയിൻ എന്നിവയിലും ഇത് ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുവാൻ സാധിക്കും. സോളാന.
കുറഞ്ഞ ചിലവിലുള്ള ഇടപാടുകൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോളാന. എതിറിയം എന്ന പ്ലാറ്റ്ഫോമിന് ഒരു വെല്ലുവിളിയായിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. വെറും സെക്കൻഡുകൾ കൊണ്ട് തന്നെ ആയിരക്കണക്കിന് ഇടപാടുകൾ ഇത് ഉപയോഗിച്ച് നടത്തുവാൻ സാധിക്കും. ഇതിന്റെ ഫീസും വളരെയധികം കുറവാണ്. എങ്കിലും ചില പ്രശ്നങ്ങൾ ഇതിനുണ്ട്. മുൻകാലങ്ങളിൽ വലിയ വലിയ ട്രാൻസാക്ഷനുകൾ നടത്തുമ്പോൾ പലതരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കുവാൻ വലിയ അപ്ഗ്രേഡുകൾ നടത്തി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ തടസ്സങ്ങൾ നേരിടുന്നില്ല. 2026 പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇതിൽ വലിയ അപ്ഗ്രേഡുകൾ നടത്തിയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ വളരെ നന്നായി മുന്നോട്ട് പോകുന്നു എന്നാണ്. കാർഡാനോ ഇടനിലക്കാരില്ലാതെ ഇടപാടുകൾ നടത്തുവാനും മറ്റ് ഡിജിറ്റൽ കരാറുകൾ നടത്തുവാനും ഇത് ഉപയോഗിച്ചു പോരുന്നു. ഇത് പ്രവർത്തിക്കുന്നത് പിയർ റിവ്യൂഡ് ഗവേഷണങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. അതായത് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത് ഒരു കൂട്ടം വിദഗ്ധരുടെ ഗവേഷണങ്ങൾക്കൊടുവിലാണ്. ഗവേഷകർ ഇതിന്റെ കോഡുകളും അൽഗോരിതവും പൂർണ്ണമായി പരിശോധിച്ചതിനു ശേഷമാണ് ഇത് പുറത്തിറക്കുന്നത്. ടെതർ ഇത് $USഡോളറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മൂല്യത്തിന് വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. അതിന് കാരണം $USഡോളറുമായുള്ള ബന്ധമാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള വിലക്കയറ്റമോ വില ഇടിവോ ഇതിനുണ്ടാവുന്നില്ല. ഇതിന്റെ മൂല്യം യഥാർത്ഥ $USഡോളറിന് തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനൊരു സ്ഥിരത എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. XRP ഇതിന്റെ പ്രത്യേകത സാധാരണ ബാങ്കുകളെ അപേക്ഷിച്ച് വളരെ വേഗത്തിലുള്ള ഇടപാടുകളാണ്. അതായത് വെറും സെക്കൻഡുകൾ കൊണ്ടുള്ള ഇടപാട്. കുറഞ്ഞ നിരക്കിലുള്ള ഫീസും മറ്റൊരു പ്രത്യേകതയാണ്. ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും ഇടപാടുകൾ നടത്തുവാൻ ഇത് ഉപയോഗിച്ചു പോരുന്നു. ഇതിന്റെ ആരംഭത്തിൽ തന്നെ 100 മില്യൺ XRPകളാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അമേരിക്കൻ എക്സ്പ്രസ്, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് എന്നിങ്ങനെ പ്രമുഖ ബാങ്കുകൾ ഈ ഒരു സംവിധാനം ഉപയോഗിച്ചു പോരുന്നു. ഡോഗ് കോയിൻ പേര് പോലെ തന്നെ ഷിബ ഇനു എന്ന ഒരു നായയുടെ ചിത്രമാണ് ഇതിന്റെ ലോഗോ. 2013 ഇത് പുറത്തിറങ്ങിയത്. ഓൺലൈൻ ടിപ്പിങ്ങിനും ചെറിയ ചെറിയ ഇടപാടുകൾക്കും വേണ്ടി ഉപയോഗിക്കുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കും ഉപയോക്താക്കൾക്ക് പ്രതിഫലം നൽകുവാനായി ഇത് ഉപയോഗിക്കുന്നു. മറ്റ് ക്രിപ്റ്റോ കറൻസികളെ അപേക്ഷിച്ച് ഇതിന്റെ മൂല്യം വളരെയധികം കുറവാണ്. മൂല്യം നിർണ്ണയിക്കുന്നത് കമ്മ്യൂണിറ്റി പിന്തുണയും സോഷ്യൽ മീഡിയയിലെ പ്രചരണവുമാണ്. ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.